ഇനി ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി വേറൊരു ഐഡിയയും കൂടിയുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദിക്ർ ദുആകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ഒരു ദിവസം ഓരോന്ന് പഠിച്ച് പതിവാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ഫുള്ള് ദിക്റായി മാറും. ഒന്നാലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു മജ്ലിസിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ മജ്ലിസ് അവസാനിച്ച് എഴുന്നേൽക്കുമ്പോൾ ഒരു ദിക്ർ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ അത്? സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതിനുശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, അപ്പോൾ ഒരു ദിക്റുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറും, വണ്ടിയിലാണ് വന്നതെങ്കിൽ വണ്ടിയിൽ കയറും, അപ്പോൾ നമുക്കൊരു ദിക്റുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തും, വീട്ടിൽ കയറുമ്പോൾ നമുക്കൊരു ദിക്റുണ്ട്. നമ്മുടെ കുടുംബക്കാരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം, അതൊരു ദിക്റാണ്. പൂർണ്ണമായി സലാം പറഞ്ഞാൽ 30 നന്മകൾ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്റുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ദിക്റുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ പോകും, ബാത്റൂമിൽ കയറുമ്പോൾ ദിക്റുണ്ട്, തിരിച്ചിറങ്ങുമ്പോൾ ദിക്റുണ്ട്. പിന്നീട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഉറങ്ങുമ്പോൾ ദിക്റുണ്ട്. കല്യാണം കഴിച്ചവരാണെങ്കിൽ അതിനുശേഷം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും ദിക്റുണ്ട്. പിന്നീട് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴോ വീണ്ടും ദിക്റുണ്ട്. പിന്നീട് അത്താഴം കഴിക്കാൻ പോകുമ്പോഴും കഴിച്ചതിന് ശേഷവും ദിക്റുണ്ട്. വീണ്ടും തിരിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്. സുബഹി നമസ്കാരത്തിന് ശേഷം രാവിലത്തെ ദിക്റുകൾ, അദ്കാറു സബാഹ്, അത് നമുക്ക് പറയാണ്ട്. അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്തിന് വേണ്ടി, നമ്മുടെ റിസ്ക് വർദ്ധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചാണ്. അവിടെ ദിക്റുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ ദുആകൾ നമ്മൾ ഓരോ ദിവസവും പഠിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ഫുള്ള് ദിക്റായി മാറും. ഇങ്ങനെ ദിക്റായി മാറിയാലുള്ള ഉപകാരം എന്താ? എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ട്. ആ നോമ്പ് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ, സായിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും.